ഇപ്പോൾ തിയേറ്ററിൽ മികച്ച അഭിപ്രായമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയെക്കുറിച്ച് നിരവധി റിവ്യൂസും നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സിനിമയുടെ തീം തന്നെയാണ്. സെക്ഷൻ 498 ഗാർഹിക പീഡനം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു പോവാണ്. വിവാഹിതനായ നിരപരാധിയായ ഒരു പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ഈ സിനിമ. ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ ഈ അടുത്ത കാലത്ത് റിലീസായിട്ടുണ്ട്. എന്നാൽ ഒരു പുരുഷന്റെ മനസ്സിലെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന സിനിമകൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ആഭ്യന്തര കുറ്റവാളി അത്തരത്തിലൊരു സിനിമയാണ്. ആഭ്യന്തര കുറ്റവാളി കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. ധനുഷ് നായകനായ ദേവതേ കണ്ടേ. ആഭ്യന്തര കുറ്റവാളിയിൽ ഒരു ഭർത്താവ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിൽ ദേവതേ കണ്ടയിലെ ഒരു കാമുകിൻ്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ബാബു എന്ന അനാഥനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നഗരത്തിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വലിയൊരു പണക്കാരൻ്റെ മകളെ പ്രേമിക്കുന്നു. സ്വന്തമായിട്ട് വീടൊന്നുമില്ലാത്ത സൈക്കിളിൽ ചായ വിറ്റ് നടക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരനാണ് ഈ ബാബു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉമ എന്ന നായിക, നമ്മുടെ നായിക കഥാപാത്രം, അവനെ പ്രേമിക്കുന്നത്. എന്നാൽ ധനികനായ ഒരു ഡോക്ടറിൻ്റെ വരവോടെ നമ്മുടെ നായകനോടുള്ള പ്രണയമൊക്കെ മാറി നമ്മുടെ നായിക ആ ഡോക്ടറെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ മിക്ക സിനിമകളെയും പോലെ നിരാശനായി മദ്യപിച്ച് ഇങ്ങനെ നമ്മുടെ നായകൻ കുറേ നടക്കും.